ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1 ദിനവൃത്താന്ത പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ചു വരുന്നത്. അതിൽ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വംശാവലിയാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ പ്രത്യേകിച്ച് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ഗോത്രപിതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഗോത്രപിതാക്കന്മാരുടെ വംശാവലിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇവിടെ യഹൂദായുടെ വംശാവലിയെക്കുറിച്ച് വീണ്ടും നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യബേസ് എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ യബേസ് എന്ന് പറയുന്നതായ ഈ മനുഷ്യൻ മറ്റ് ആളുകളേക്കാൾ, സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു എന്ന് പറയുന്നു. വിശുദ്ധ ബൈബിളിൽ ചില ആളുകളുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നതും അവരെ ബഹുമാനത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ദാവീദാണ്, അബ്രഹാമുണ്ട്, നോഹയുണ്ട്, അങ്ങനെ പലരുണ്ട്. ഇവിടെ ഈ യബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. അവിടെ പറയാൻ കാരണം അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. റോമാലേഖനം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹായും സുവിശേഷ പ്രവർത്തനങ്ങൾ തന്നോടുകൂടി ആത്മാർത്ഥമായി സഹകരിച്ച ചില ആളുകളുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഫേബ എന്നും അക്കീല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുടെ പേരുകൾ നമുക്ക് 16-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മാർത്ഥതയോടും ദൈവാനുഭവത്തോടും പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ ദൈവം പ്രത്യേകം ബഹുമാനിക്കും എന്നുള്ളതാണ്. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും അവർ സ്മരിക്കപ്പെടും. ഇതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്, ഈ ദിനവൃത്താന്തം 2-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ 55-ാം വാക്യത്തിൽ യബേസ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലപ്പേരായിട്ടാണ് പറയുന്നത്. ചില ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവരുടെ പേരുകളിൽ സ്ഥലങ്ങൾ പോലും അറിയപ്പെടും. കാരണം അത്രമാത്രം അവർ ആ ദേശത്ത് നല്ലതായി സ്വാധീനിച്ച മനുഷ്യരാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലായാലും അനേകരുടെ പേരുകളിൽ നമുക്കറിയാം, റോഡുകളും സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അത്രമാത്രം ആ നാടിനു വേണ്ടി അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർ. അപ്പോൾ ആ ദൈവസന്നിധിയിൽ നമ്മുടെ പേരുകൾ ബഹുമാനമുള്ളതാണെങ്കിൽ വേദനയും കഷ്ടതയും അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ യബേസിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചെന്നും അവൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുമെന്നുമാണ്. അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമേ, അവിടുന്ന് തന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ, വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണം. ഇതിൽ പറയുന്നത് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പലപ്പോഴും പ്രാർത്ഥിച്ചുവെന്ന് ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുന്നതിനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ടുമാണ് പലപ്പോഴും പ്രാർത്ഥന നടത്തുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയില്ല. എന്നാൽ ദൈവകരങ്ങളിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന രീതിയിൽ ഹൃദയവേദനയോടെ സമർപ്പണത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്: ദൈവമേ, അങ്ങയുടെ കരം എന്നോടൊപ്പം ഉണ്ടാകണം. കരം കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ സംരക്ഷണത്തെയാണത് സൂചിപ്പിക്കുക. 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആസാഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ആണ് സങ്കീർത്തനം എഴുതിയത്. അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വലിയ നിരാശയാണ്. ആ നിരാശയ്ക്ക് കാരണം ദുഷ്ടന്മാരുടെ ആ വലിയ വളർച്ചയാണ്. അവർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നു, അവർ
ശാരീരികമായും മറ്റെല്ലാ തലങ്ങളിലും പുഷ്ടിപ്പെട്ടിരിക്കുന്നു. അവർ രോഗങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളില്ല. അപ്പം ഞാൻ കുറ്റമില്ലായ്മ എൻ്റെ കൈകളെ ഞാൻ കഴിയത് വ്യർത്ഥമായി പോയോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുന്നുണ്ട്. എന്നാൽ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആസാഫിൻ്റെ പ്രാർത്ഥന കാണാം. ഞാൻ പിന്നെ ആ വഴി പോയി, ഞാൻ പിന്നെ ആ ദുഷ്ടന്മാരെ കണ്ടില്ല. നീ അവരെ വഴുവഴുപ്പിൽ അവരെ നിർത്തിയിരിക്കുന്നു. എന്നാൽ ഈ 23-ാം വാക്യത്തിൽ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു അവയവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വലതുകരമാണ്. ചുരുക്കം ചില ആളുകൾക്ക് ഇടതുകരം വശമായിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും വലതുകരമാണ്. വലതുകരത്തിന് എൻ്റെ വലതു കൈക്ക് മറ്റൊരാൾ പിടിച്ചാൽ എനിക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടത് കൈക്കാണ് പിടിക്കുന്നതെങ്കിൽ വലത് കൈ കൊണ്ട് എനിക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ സ്വാധീനമുള്ള വലം കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇടത് കൈ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തെയാണിത് കാണിക്കുന്നത്. ഈ എബേസിൻ്റെ പ്രാർത്ഥന ഇതാണ്: നിൻ്റെ കരം എന്നോടൊപ്പം ഉണ്ടാകണം. ദൈവം നമ്മുടെ വലം കൈക്ക് പിടിക്കുന്നതും നമ്മൾ പിടിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിടിച്ചാൽ കാല് വഴുതുമ്പോൾ പിടി വിട്ടുപോകും. പക്ഷെ ദൈവമാണ് എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കാല് വഴുതിയാൽ ഞാൻ വീണ് പോവില്ല. അതുകൊണ്ടാണല്ലോ കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ അവരുടെ വലം കൈക്ക് പിടിച്ച്, അവരുടെ കയ്യിൽ നമ്മളാണ് പിടിക്കുന്നത്. അവർ നമ്മളെ പിടിച്ചു നടക്കാൻ നമ്മൾ സമ്മതിക്കുന്നത്. പിടിച്ചാൽ നമുക്കറിയാം, കാല് വഴുതുമ്പോൾ, കാല് കല്ലിൽ തട്ടുമ്പോഴൊക്കെ അവരുടെ പിടി വിട്ടു പോകും. അപ്പോൾ ദൈവം എൻ്റെ വലം കൈക്ക് പിടിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യം. എബേസിൻ്റെ പ്രാർത്ഥന ഇതാണ്: നിൻ്റെ വലം കൈ എന്നെ സംരക്ഷിക്കണമേ. നമ്മളും ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അതുതന്നെയാണ്. പൂർണ്ണമായ ഒരു വലിയ സമർപ്പണമാണത്. ധാരാളം ആളുകളുടെ പേരുകൾ ഈ പട്ടികയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു മനുഷ്യനെ പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. 2-ാം അധ്യായത്തിന് ആ മനുഷ്യൻ്റെ പേരിലൊരു സ്ഥലം പോലും ഉള്ളതായി നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതുമാണ്. അപ്പം അങ്ങനെ ഒരു ദൈവസന്നിധിയിൽ പേരുകൾ പ്രത്യേകമായി ബഹുമാന്യതയോടെ അവിടെ സ്മരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്, ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ട്. ആ ക്രൂശിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമ്പോൾ അത് ദൈവശിക്ഷയായോ ശാപമായോ കാണുകയല്ല, ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ ബഹുമാന്യരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹത്തായ ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവും പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം: നന്മ ചെയ്തിട്ട് തിന്മ പ്രതിഫലമായി അനുഭവിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. നന്മ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ അതിന് പകരം തിന്മ അനുഭവിക്കുമ്പോൾ ആ പ്രതിഫലം ഇരട്ടിയാകുമെന്നുള്ളതാണ്. അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ദൈവസന്നിധിയിൽ ദൈവം പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യും. ഈ അബേസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, ഈ ഭൂമിയിൽ അനേകം ആളുകൾ ഒരാളായിട്ട് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. എന്നാൽ അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാഞ്ഞു പോകാതെ എപ്പോഴും അങ്ങയുടെ കരങ്ങളിലായിരിക്കാൻ തക്കവണ്ണം എന്നെ സഹായിക്കണം. അങ്ങയുടെ കരം എനിക്ക് സംരക്ഷണമായിരിക്കണമേ. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും സമർപ്പിക്കുവാനും നമുക്കിടയായി തീരണം. അപ്പോഴാണ് നമ്മൾ ഈ വേദപുസ്തകം വായിച്ചതിൻ്റെ ഫലം നമുക്കുണ്ടാവുക. അപ്രകാരം പ്രാർത്ഥനയോടെ വേദപുസ്തകം വായിക്കുവാനും ഇങ്ങനെയുള്ള ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ,
അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.